നെയ്മാർ ജൂനിയറുടെ തിരിച്ചുവരവിനായി തന്നെയാണ് ഫുട്ബോൾ ലോകം വല്ലാതെ കാത്തിരിക്കുന്നത്. ദീർഘനാളിന് ശേഷം ഇന്ന് ഒരുപക്ഷെ ബ്രസീലിന്റെ ആ മഞ്ഞക്കുപ്പായത്തിൽ നെയ്മാർ ജൂനിയർ കളിക്കാനിറങ്ങും. ബ്രസീൽ സ്കോട്ട്ലാൻഡിനെതിരെ ഒരു നിർണായക പോരാട്ട ലോകകപ്പിൽ ഇറങ്ങുകയാണ്. ആ മത്സരത്തിൽ ആരാധകർക്ക് ഒന്നുകൂടി കാത്തിരിക്കാനുള്ള കാരണമാണ് നെയ്മാർ ജൂനിയർ എന്ന ആ 10ാം നമ്പറുകാരൻ. പലകുറി കളിക്കളത്തിൽ പരിക്കേറ്റ് വീണവനാണ്, ദീർഘകാലമായി പുറത്താണ്. പക്ഷേ ആ താരം കളത്തിലെത്തുകയാണെങ്കിൽ ബ്രസീൽ ടീമിന് മാത്രമല്ല, അവരുടെ ആരാധകർക്ക് മാത്രമല്ല, ഫുട്ബോൾ ആരാധകർക്കും അത് ആഘോഷിക്കാനുള്ള നിമിഷം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഫിഫ ലോകകപ്പിൽ ഇന്ന് നോക്കൌട്ട് ഉറപ്പിക്കാൻ ബ്രസീൽ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ സ്കോട്ട്ലൻഡാണ് എതിരാളികൾ. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് ചേരുന്നു. അക്ഷയ്, ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം തുടക്കമായിരുന്നു. ആദ്യ മത്സരത്തിൽ മൊറോക്കോയോട് സമനില വഴങ്ങുന്നു. പക്ഷേ രണ്ടാം മത്സരത്തിൽ ഹെയ്ത്തിക്കെതിരെ 3 ഗോളടിച്ച് ഒരു കലക്കൻ കംബാക്ക്. ഇനി ഇന്നത്തെ മത്സരം സത്യത്തിൽ ഒരു ഡു ഓർ ഡൈ മാച്ച് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം സ്കോട്ട്ലൻഡിനും ബ്രസീലിനും സമാനമായ മത്സരമാണ്. ആര് ജയിക്കുന്നോ അവർക്ക് നോക്കൌട്ട് ഉറപ്പിക്കാം എന്നുള്ള ഘട്ടമാണ്. ഒരുപക്ഷെ ബ്രസീൽ ഈ മത്സരം ജയിക്കാൻ തന്നെയാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ ജയം അനിവാര്യമായ തരത്തിൽ തന്നെയാണ് കളിക്കാൻ ഇറങ്ങുന്നത്. അതിൽ ഒന്നുകൂടി പറഞ്ഞു വെക്കേണ്ടത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ആകാംക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നത് നെയ്മാർ ജൂനിയർ തിരിച്ചെത്തുമോ എന്നതിൽ കൂടിയാണ്. തീർച്ചയായും അത് തന്നെയാണ്. ആദ്യ മത്സരത്തിലുണ്ടായ ആശങ്കകളൊക്കെ കഴിഞ്ഞ മത്സരത്തിലൂടെ രണ്ടാം മത്സരത്തിൽ ഹെയ്ത്തിക്കെതിരെ ബ്രസീൽ പരിഹരിച്ചു കഴിഞ്ഞു. ഇന്ന് ഏറ്റവും എല്ലാവരുടെയും ആരാധകരുടെ ശ്രദ്ധ പോകുന്നത് നെയ്മാർ ജൂനിയർ ബ്രസീൽ ടീമിലേക്ക് ഇന്ന് കളിക്കുമെന്നതാണ്, സ്കോട്ട്ലൻഡിനെതിരെ കളിക്കുമെന്നാണ് ഏറ്റവും വലിയ ചോദ്യം. 2023 അദ്ദേഹം ഏറ്റവും അവസാനമായ ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ പന്ത് തട്ടി. അതിനുശേഷം നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം പരിക്കുകളെയൊക്കെ മറികടന്ന് നെയ്മാർ വീണ്ടും ടീമിലേക്ക് എത്തിയിരിക്കുന്നു. നെയ്മർ ഇന്ന് കളിക്കുമെന്നാണ് ഏറ്റവും വലിയ ആകാംക്ഷ. അദ്ദേഹം മത്സരത്തിന് സജ്ജനാണെന്ന് ബ്രസീൽ കോച്ച് അഞ്ചലോട്ടി അറിയിച്ചു കഴിഞ്ഞു. അതിനി മുഴുവൻ സമയം കളിക്കുമോ എന്നതാണ് സംശയം. സാധ്യത വെച്ച് ആദ്യ ലെവലിൽ നെയ്മർ ഉണ്ടാവാൻ സാധ്യതയില്ല. രണ്ടാം പകുതിയുടെ അവസാന ഭാഗത്തൊക്കെ നെയ്മറിനെ ഇറക്കി ഒരു മാച്ച് ഫിറ്റ്നസ് ഒക്കെ നേടിയെടുത്ത ശേഷം തുടർന്നുള്ള നോക്കൌട്ട് അടക്കമുള്ള മത്സരങ്ങളിലേക്ക് പൂർണ്ണ സജ്ജനാക്കുന്നതായിരിക്കും ബ്രസീലിന്റെ ദൗത്യം. അതിനാണ് സാധ്യതയും കൂടുതൽ. ബ്രസീലിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്ന് ടീമിൽ ഒരു മാറ്റം ഉറപ്പാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഹെയ്ത്തിക്കെതിരായ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ പരിക്കേറ്റ് പുറത്തായ റഫീഞ്ഞ ഏതായാലും ടീമിൽ ഉണ്ടാവില്ല. റഫീഞ്ഞയ്ക്ക് പകരം യുവതാരം റയാൻ കളിക്കുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണ റഫീഞ്ഞ പരിക്കേറ്റ് പുറത്തായപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നത് റയാൻ ആയിരുന്നു. റയാൻ അല്ലെങ്കിൽ എൻട്രിക് ഇതായിരിക്കും അഞ്ചലോട്ടിക്ക് മുന്നിലുള്ള ചോയ്സുകൾ. പ്രത്യേകിച്ച് ഇന്ന് ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ തന്നെ മുന്നോട്ട് പോകാനായിരിക്കും ബ്രസീലിന്റെ ശ്രമം. ഇന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുകയാണ് അവർക്ക് ജപ്പാനെ സ്വീഡനെ ആയിരിക്കും നേരിടേണ്ടി വരിക. രണ്ടാം സ്ഥാനത്ത് എത്തിയാൽ അവർക്ക് എതിരാളിയായി വരുന്നത് നെതർലാൻഡ്സ് ആയിരിക്കും. മറുവശത്ത് സ്കോട്ട്ലൻഡും ഡു ഓർ ഡൈ ആണ്. ജയിച്ചാൽ മാത്രമേ അവർക്ക് നോക്കൌട്ട് അടുത്ത റൗണ്ടിൽ ഉറപ്പിക്കാൻ സാധിക്കൂ. യെസ്, വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.